ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ സ്വന്തം ടോക്കിൻഡോം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ നമ്മൾക്കിടയിൽ ഭൂജാതയായ പുതിയൊരു ക്രിമികീടത്തെയാണ്. അതായത് നമ്മളെ തെറിച്ചിക്കും പാണ്ടിക്കുമൊക്കെ പുറമെ സമൂഹത്തെ തെറി വിളിച്ച് കീഴടക്കുന്ന ഒരു പുതിയ കീടം, ഐ മയിർ. ഈ ഐ മയിർ എന്ന് പറഞ്ഞ സ്ത്രീ പാണ്ടിയെ തുരത്താൻ എന്നും പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പിന്നീട് അവളുടെ റീച്ച് കുറഞ്ഞപ്പോൾ വഴിയെ കൂടെ പോകുന്ന സ്ത്രീകളെ പാവം പിടിച്ച എല്ലാവരുടെയും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ തുടങ്ങി. മാത്രമല്ല, ഈ സ്ത്രീ ഒരു ഉളുപ്പുമില്ലാതെ ആരെയും തെറി വിളിക്കുന്ന സ്ത്രീയാണ്. ഏത് അറ്റം വരെയും തെറി വിളിക്കാൻ മടിക്കാത്തൊരു സ്ത്രീയാണ്. ഇതിന് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലയോ എന്നുള്ള സംശയം പോലും എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ പലർക്കും സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടാൻ ഭയമാണ്. കാരണം ചുമ്മാ കമൻ്റ് ഇട്ടാൽ പോലും നേരെ അവരുടെ അച്ഛനും അമ്മയ്ക്കും വിളിക്കലാണ് ഈ സ്ത്രീയുടെ പണി. ഒരു നാണോ മാനോ ഇല്ലാത്ത സ്ത്രീയായി മാറിയിരിക്കുന്നു. പിന്നെ വേറൊരു കിംവദന്തി പരക്കുന്നുണ്ട്, ഈ സ്ത്രീക്ക് ഭ്രാന്താണ് എന്ന്. അതായത് ഇവർക്കൊരു ആക്സിഡൻറ്റ് പറ്റി ഭ്രാന്ത് പിടിച്ച് അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന്. അത് ഏറെക്കുറെ സത്യമാകാനാണ് സാധ്യതയെന്ന് ടോമിനും തോന്നും. അല്ലാതെ ഭ്രാന്തില്ലാത്തൊരു സ്ത്രീക്ക് ഇത്രയധികം ആഭാസത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ടോമിനറിയില്ല. പിന്നെ ഇവരെക്കുറിച്ച് നിറയെ കിംവദന്തികൾ പരക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള ഇതിൻ്റെ കഥകൾ, പിന്നെ ഇവർ ഏതോ ഒരു പാലത്തിനടിയിൽ വെച്ച് ഏതോ രാഷ്ട്രീയക്കാരനുമായിട്ടുണ്ടായ കുൽസിതം, ഇങ്ങനെ പല കഥകൾ ഇവരെ കുറ്റി പരക്കുന്നു. എന്ത് സത്യമെന്ന് ടോമിനറിയില്ല. ടോമിന് പിന്നെ ഇവർക്ക് നമ്മുടെ ജാൽമണി ചേച്ചിയുടെ ഒരു ചായയൊക്കെ ഉണ്ട്, അത് മാത്രം ടോമിനറിയാം. അതുകൊണ്ട് തന്നെ പലരും ഇവരെ 9 അല്ലെങ്കിൽ ശിഖണ്ഡി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് ഏകദേശം ആ ലുക്കൊക്കെ ഉണ്ടെങ്കിലും അതാണ് എന്ന് ടോമിന് തോന്നുന്നില്ല. കുറച്ച് കയ്യിലിരിപ്പ് മോശം, അത്രയും മാത്രം. ഈ കയ്യിലിരിപ്പിന് ശരിയാകുമോ എന്നറിയില്ല. വീട്ടുകാരെ കൃത്യമായി ചികിത്സാ രീതികൾ നടത്തി സമയാസമയത്ത് മരുന്ന് കൊടുത്താൽ ഒരു പക്ഷേ ഈ സ്ത്രീയുടെ ഭ്രാന്ത് മാറി നാട്ടുകാരെ തെറി വിളിക്കുന്നത് കുറച്ച് കുറയ്ക്കും. പിന്നെ വേറെ കുറച്ച് അതിൻ്റെ താഴെ വരുന്ന, അതായത് അവർ ലൈവ് നടത്തി കഴിഞ്ഞാൽ അവരുടെ ലൈവിൻ്റെ താഴെ വരുന്ന അസഭ്യമായ വാക്കുകൾ സഹിക്കാൻ പറ്റാത്തതാണ്. കുറച്ച് പേരുടെ കമൻറ്റുകൾ. ഇപ്പോൾ ടോമിനും അറിയാം, ടോമിൻ്റെ വീട്ടുകാർ, അതായത് ടോമിൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാം തെറിവിളി കേൾക്കും. അപ്പോൾ കൂട്ടുകാർ തന്തയ്ക്ക് വിളി പ്രതീക്ഷിച്ചുകൊണ്ട് ടോം വിട വാങ്ങുന്നു. ബൈ.